ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 14 ആണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത് ജിയും കിമ്മും നേരിട്ട് കണ്ട് സംസാരിക്കുന്നിടത്ത് വെച്ചാണ്. അപ്പോൾ ജിയ കിമ്മിനോട് പറയുന്നുണ്ട്, അന്ന് നിങ്ങൾക്ക് ടോയ് വിൽക്കാനായി ഞാൻ വന്നില്ലായിരുന്നോ? ആ ടോയ് കഷ്ടപ്പെട്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ട് നിങ്ങളത് ഉപയോഗിച്ചു കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് എനിക്ക് ക്യാഷ് വരെ തരാണ്ട് പോയില്ലേ? അത് കാരണം എൻ്റെ ചേട്ടന് ഒരുപാട് എന്നെ വഴക്കെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കി. അപ്പോഴാണ് സയൻറ്റിസ്റ്റ് എന്നെ റോബോട്ടായി അഭിനയിക്കാൻ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അന്ന് ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചിരുന്നു. അത് നിങ്ങൾ ഓർത്തു നോക്കൂ എന്നെല്ലാം ജിയ പറയുന്നുണ്ട്. അന്ന് ഞാൻ നിങ്ങളെ കണ്ട് ഒരുപാട് പേടിച്ചിരുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ജിയ കിമ്മിനോട് തുറന്നു പറയുന്നുണ്ട്. അതേസമയം സയൻറ്റിസ്റ്റും ജിയുടെ ചേട്ടനും കൂടി യൂച്ചോളിൻ്റെ അച്ഛൻ കൊന്ന കൊലപാതകത്തെ പറ്റി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് സയൻറ്റിസ്റ്റ് ഈ ജിയുടെ ചേട്ടനോട് പറയുന്നത്, നിങ്ങൾക്ക് എന്നോട് വല്ല ദേഷ്യവുമുണ്ടോ? എൻ്റെ കാരണമല്ലേ നിങ്ങളുടെ ജോലി വരെ ഇപ്പോൾ പോയത് എന്നെല്ലാം പറയുമ്പോൾ ജിയുടെ ചേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, അതെല്ലാം ഞാൻ മറന്നു കഴിഞ്ഞു എന്നെല്ലാം സയൻറ്റിസ്റ്റിനോട് ജിയുടെ ചേട്ടൻ തുറന്നു പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് സയൻറ്റിസ്റ്റിന് ഒരുപാട് സന്തോഷമാകുന്നുമുണ്ട്. അതേസമയം സൊന്നിൻ്റെ ഷോപ്പിലിരുന്ന് സൊന്നും AJ3യും പിന്നെ പൈയും പിന്നെ 2 അസിസ്റ്റൻ്റ് കൂടി സംസാരിക്കുകയായിരുന്നു. അവിടെ പൈ പറയുന്നുണ്ട്, ഈ റോബോട്ടിനെ ഞങ്ങൾ ഇപ്പോൾ തന്നെ ആർക്കെങ്കിലും കൊടുക്കും, പിന്നെ ഇവരെ ഫേസ് എല്ലാം മാറ്റി നമ്മൾക്ക് പോലും അറിയാൻ പറ്റാതെ ആകുമെന്നെല്ലാം പറയുമ്പോൾ സൊൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇവൾ നിങ്ങളുടേതാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നെല്ലാം പറയുന്നുണ്ട്. ജിയ പറഞ്ഞ് കേട്ടതെല്ലാം കഴിഞ്ഞ് കിം ജിയോട് ചോദിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും ഞാൻ കാരണം നിനക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ജിയ പറയുന്നുണ്ട്, ഓ, നിങ്ങൾക്കന്ന് സുഖമില്ലാതായി കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഇഞ്ചക്ഷൻ എല്ലാം വെച്ച് തന്നില്ലായിരുന്നോ, കയ്യിലും കഴുത്തിലും കാലിലുമൊക്കെ? അപ്പോഴെല്ലാം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ പിടിച്ചിരുന്നിട്ടുണ്ട്. അത്രയ്ക്ക് അടിപൊളി ഫുഡായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയത്. അതെല്ലാം കഴിഞ്ഞ് ജിയ പറയുന്നുണ്ട്, അതുകൂടാതെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം മോഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കിം ചോദിക്കുന്നുണ്ട്, കളവും പറഞ്ഞ് എന്നെ പറ്റിച്ചതും പോരാ, പിന്നെ മോഷ്ടിച്ചിട്ടുമുണ്ടോ? അപ്പോൾ ജിയ പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചത് നിങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ ഭക്ഷണമാണ്, അത് നല്ല രുചിയായിരുന്നു എന്നെല്ലാം ജിയ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ജിയ കിമ്മിനോട് പറയുന്നുണ്ട്, ആദ്യമെല്ലാം നിങ്ങൾ എൻ്റെ മുടിയിൽ പിടിച്ച് തലോടുന്നതിൽ എനിക്ക് വളരെയധികം ദേഷ്യമായിരുന്നു തോന്നിയിരുന്നത്. പിന്നെ അത് എനിക്ക് നിങ്ങളോട് ഇഷ്ടം തോന്നി തുടങ്ങി. അത് നിങ്ങൾ ചെയ്യുന്നത് എനിക്കിഷ്ടമായി തുടങ്ങി എന്നെല്ലാം കിമ്മിനോട് പറയുന്നുണ്ട് ജിയ. അത് കഴിഞ്ഞ് കിം ജിയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിൻ്റെ അഭിപ്രായത്തിൽ നല്ല ഒരു വ്യക്തിയാണോ അഥവാ മോശമായ വ്യക്തിയാണോ? അത് നീ പറയാ എന്ന് പറയുമ്പോൾ ജിയ പറയുന്നുണ്ട്, ആദ്യമെല്ലാം നിങ്ങൾ വളരെയധികം മോശമായ ബിഹേവിയർ ആയിരുന്നു, പക്ഷേ പിന്നെയെല്ലാം എനിക്ക് വളരെ ഇഷ്ടമായി തുടങ്ങുകയായിരുന്നു നിങ്ങളെ. അതേസമയം റേയുടെ അച്ഛൻ വിളിച്ച പ്രകാരം റേയും റേയുടെ അച്ഛനും കൂടി മീറ്റ് ചെയ്യുകയാണ്. റേയുടെ അച്ഛൻ റേയോട് പറയുന്നുണ്ട്, നിനക്ക് കിമ്മിനുമായുള്ള വിവാഹം ഇനി വേണ്ട എന്ന് വെച്ചു നീ പറഞ്ഞ പോലെ, പക്ഷേ മറിച്ച് ഞാൻ പറഞ്ഞ പ്രകാരം നീ യൂച്ചോളിനെ വിവാഹം കഴിക്കണം. അത് പറഞ്ഞു കേട്ടുമ്പോൾ റേ പറയുന്നുണ്ട്, എനിക്ക് കിമ്മിനെയും വിവാഹം കഴിക്കേണ്ട, യൂച്ചോളിനെയും വിവാഹം കഴിക്കേണ്ട. കിം പിന്നെയും നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ യൂച്ചോൾ അങ്ങനെയല്ല എന്നെല്ലാം പറയുമ്പോൾ റേയുടെ അച്ഛൻ പറയുന്നുണ്ട്, കിം ആ സ്ഥാനം വിട്ട് ഒഴിഞ്ഞു പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നത് യൂച്ചോളാണ്, അതുകൊണ്ട് നീ യൂച്ചോളിനെ തന്നെ വിവാഹം കഴിക്കണം എന്നെല്ലാം റേയുടെ അച്ഛൻ റേയോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് യൂച്ചോളും യൂച്ചോളിൻ്റെ അച്ഛനും കടന്നു വരുന്നത്. അവർ കടന്നു വന്ന ഉടൻ യൂച്ചോളിൻ്റെ അച്ഛൻ പറയുന്നത് വിവാഹകാര്യമായിരുന്നു. അതെല്ലാം കേട്ട് റേക്ക് ഒരുപാട് ദേഷ്യമാണ് തോന്നുന്നത്. റേ ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴാണ് അവളുടെ പിന്നാലെ വന്ന യൂച്ചോൾ അവളെ പിടിക്കുന്നത്. എന്നിട്ട് യൂച്ചോൾ പറയുന്നുണ്ട്, നിനക്ക് എന്നെ വിവാഹം കഴിച്ചു എൻ്റെ കൂടെ ജീവിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ റേ പറയുന്നുണ്ട്, അതിന് നീ കിമ്മിൻ്റെ പോലെയല്ല, നീ നല്ല ഒരു വ്യക്തിയല്ല, അതെല്ലാം എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ യാതൊരു താല്പര്യവുമില്ല എന്ന് റേ മുഖത്തടിച്ച പോലെ യൂച്ചോളിനോട് തുറന്നു പറയുകയാണ്. അങ്ങനെ അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം കിമ്മിന് ജിയോട് ഒരടുപ്പം തോന്നുകയാണ്. പിന്നെയും അവൻ്റെ മനസ്സിൽ അവളോടുള്ള ദേഷ്യമെല്ലാം മാറി അവൻ അവളെ നേരെ തൊഴാൻ പോവുകയാണ്. പക്ഷേ ആ പെട്ടെന്ന് തന്നെ അവൻ അവിടെ നിന്ന് കൈയെടുക്കുകയാണ്. കാരണം അവന് അലർജി ഉണ്ടായത് കാരണം അവൻ ഒരുപാട് വിഷമിക്കുന്നുമുണ്ട്. അപ്പോൾ തന്നെ ജിയ നേരെ അവളുടെ ക്യാപ്പെല്ലാം എടുത്തു വെച്ച് കിമ്മിൻ്റെ കൈയെടുത്ത് ആ ക്യാപ്പിൽ തലോടുകയാണ്. അതെല്ലാം കണ്ട് കിമ്മിന്
ഒരുപാട് സങ്കടമാണ് തോന്നുന്നത്. അതേസമയം സുന്നിൻ്റെ ഷോപ്പിൽ വന്ന പയ്യോട് സുൻ പറയുന്നുണ്ട്, നിന്റെ മുടി കട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കിയാൽ നല്ല വൃത്തിയുണ്ടാകും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും എന്നെല്ലാം പറയുന്നുണ്ട്. അതെല്ലാം കേട്ട 2 അസിസ്റ്റൻ്റ് കൂടി അവരെ കളിയാക്കുകയാണ്. സുൻ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതെ ഇരിക്കുക. അതേസമയം കിം ആണെങ്കിൽ നേരെ ജിയയുടെ അടുത്തേക്ക് വന്ന് അവളെ കിസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് കിമ്മിന് ഓർമ്മ വരുന്നത് അവന് അസുഖമുള്ള കാരണം അവൻ നേരെ അവിടെ നിന്ന് തിരിയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ കിം എഴുന്നേറ്റ് പോയി ജിയോട് പറയുന്നുണ്ട്, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, നിനക്ക് നല്ലൊരാളെ തന്നെ കിട്ടും, ഈ രോഗമുള്ള എന്നെ നിനക്ക് എന്തിനാണ് എന്നെല്ലാം അവിടെ നിന്ന് കിം പറയുമ്പോൾ നേരെ അവിടെ നിന്ന് ജിയ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ആദ്യമെല്ലാം എനിക്ക് നിന്നോട് വെറുപ്പാണെങ്കിൽ ഇപ്പോൾ നിനക്ക് അതിലേറെ നിന്നെ ഇഷ്ടമാണ്. ഇപ്പോൾ നിനക്കല്ല എന്നെ ആവശ്യമായത്, എനിക്ക് നിന്നെയാണ്. നീ ഇല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് എന്തുപോലെയാണ് എന്നെല്ലാം പറഞ്ഞ് ജിയ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. അതെല്ലാം കേട്ട് സങ്കടം വന്ന കിം നേരെ ഓടി വന്ന് ജിയെ കിസ് ചെയ്യുകയാണ്. ഇപ്പോൾ കിം ഒരു മനുഷ്യനെ സ്പർശിച്ചു കഴിഞ്ഞുള്ളൂ. അപ്പോൾ കിം നേരെ അവൻ്റെ വാച്ചിലേക്ക് നോക്കുമ്പോൾ അവന് യാതൊരു അലർജിയും വന്നിട്ടില്ല. അത് കാരണം അവൻ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിമ്മിനും ജിയക്കും കോഫി വാങ്ങിക്കാൻ പോകുമ്പോഴാണ് അവിടെയുള്ള ഒരു ഗേളിൻ്റെ കൈ കിമ്മിൻ്റെ കയ്യിൽ തട്ടുന്നത്. അപ്പോൾ തന്നെ അവന് അലർജി ഉണ്ടാകുന്നു. അവൻ നേരെ ജിയയുടെ അടുത്തേക്ക് വന്ന് ജിയയെ നോക്കുമ്പോൾ അവന് അലർജി കുറയുന്നു. അങ്ങനെ അവൻ കണ്ടെത്തുന്നു അവൻ്റെ അലർജിക്കുള്ള മരുന്ന് ജിയയാണെന്ന്. അങ്ങനെ അവൻ നേരെ സന്തോഷത്തോടെ ജിയയെ വീട്ടിൽ കൊണ്ടാക്കുന്നു. AJ3യുടെ ഇൻവെസ്റ്റർ നേരെ മ്യൂച്വലിൻ്റെ അച്ഛനെയും കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് AJ3 അവർക്ക് എത്രയും പെട്ടെന്ന് കാണണം എന്നെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട്. ഇവിടെ സയൻറ്റിസ്റ്റും ജിയോയുടെ ചേട്ടനും കൂടി മ്യൂച്വലിൻ്റെ അച്ഛൻ കൊന്ന അയാളുടെ ഡ്രൈവറെ കണ്ടുപിടിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ പേടിച്ചിട്ടായിരുന്നു ഒന്നും സത്യമൊന്നും തുറന്നു പറയാതിരുന്നത്. ഇപ്പോൾ ഒരാളുടെയും കൂടി അവർ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നെല്ലാം അറിഞ്ഞപ്പോൾ ഞാൻ ഈ സത്യം പറയണമെന്ന് കരുതി എന്നെല്ലാം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കിം ആണെങ്കിൽ നേരെ കിമ്മിൻ്റെ ഡോക്ടറെ വിളിച്ച് എല്ലാ കാര്യവും പറയുന്നുണ്ട്. ഞാനും ജിയും വീണ്ടും റിലേഷനിലായി. ഇപ്പോൾ എനിക്ക് എൻ്റെ മരുന്നായി തോന്നുന്നത് അവളാണ് എന്നെല്ലാ കാര്യം പറയുമ്പോൾ ഡോക്ടർ അതെല്ലാം നിൻ്റെ ഒരു ഭാഗ്യമാണ് കരുതുക എന്നെല്ലാം ഡോക്ടർ തിരിച്ച് കിമ്മിനോട് പറയുന്നുണ്ട്. കിം ആണെങ്കിൽ നേരെ ജിയോയുടെ ചേട്ടനെ വിളിച്ച് അന്ന് ചെയ്തതിനെല്ലാം മാപ്പ്. ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ തെറ്റെല്ലാം മനസ്സിലായിട്ടുണ്ട്. എൻ്റെയും ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യൂ എന്നെല്ലാം പറയുമ്പോൾ ജിയോയുടെ ചേട്ടൻ നെട്ടിയിരിക്കുകയാണ് കിം ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട്. പിന്നെ കിം നേരെ ജിയോയുടെ ചേട്ടനോട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞാനും ജിയും റിലേഷനിലാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചേട്ടൻ കൂടിയാണ്, നിങ്ങൾക്ക് സുഖമല്ലേ എന്നെല്ലാം കിം ചോദിക്കുന്നത് കേട്ട് ഒരുപാട് ഷോക്കായിരിക്കുകയായിരുന്നു ജിയോയുടെ ചേട്ടൻ. ജിയുടെ ചേട്ടനെല്ലാം പോയതിനു ശേഷം കിം സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റ് എഴുതിയ ലെറ്ററായിരുന്നു വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അയാൾ എഴുതിയിരുന്നു, എൻ്റെ അശ്രദ്ധ കാരണമാണ് ആ റോബോട്ടിന് കുഴപ്പം പറ്റിയതും പിന്നെ ജിയെ റോബോട്ടായി അഭിനയിക്കാൻ വിളിച്ചതും എല്ലാം തെറ്റും എൻ്റെ കാരണമാണ് എന്നെല്ലാം വായിച്ചുകൊണ്ട് കിമ്മിന് ഒരുപാട് സങ്കടമാണ് തോന്നുന്നത്. അത്രയ്ക്ക് കമ്പനി ആയിരുന്നല്ലോ അവരോടൊക്കെ കിം. അങ്ങനെ ആ ഇൻവെസ്റ്റർ നേരെ AJ3യെ കാണാൻ വരുന്നുണ്ട്. സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, AJ3യുടെ ഫേസ് അല്ല നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റർ പറയുന്നുണ്ട്, അതൊക്കെ ഇനി ഞങ്ങളുടെ ഇഷ്ടമാണ്. AJ3യുടെ ഓണർ ഇപ്പോൾ ഞങ്ങളാണ്, അതല്ല ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ AJ3യെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നത് കണ്ടുകൊണ്ടായിരുന്നു കിം വരുന്നത്. കിം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു റോബോട്ടിനെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ എങ്ങനെ തോന്നി എന്നെല്ലാം കിം ചോദിക്കുമ്പോൾ സയൻറ്റിസ്റ്റ് പറയുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയതും പിന്നെ ഇത് ഞാൻ അവർക്ക് കൊടുത്തതും നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ അസുഖം അവർ പുറത്ത് റിവീൽ ചെയ്യുമെന്ന് എന്നെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടായിരുന്നു ഞാനത് ചെയ്തത് എന്നെല്ലാം പറയുമ്പോൾ കിം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ചെയർമാൻ പദവി നഷ്ടപ്പെടുത്തിയാലും എൻ്റെ സ്വത്തുകളെല്ലാം അവർക്ക് കൊടുത്താലും ഞാൻ AJ3യെ തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം കിം സയൻറ്റിസ്റ്റിനോട് പറയുന്നുണ്ട്. ആ ഇൻവെസ്റ്റർ നേരെ AJ3യെ അവിടേക്ക് കൊണ്ടുവന്നപ്പോൾ യൂച്വൽ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ പേപ്പറും സൈൻ ചെയ്ത്
കഴിഞ്ഞതിന് ശേഷമാണ് AJ3 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഇന്നുകൂടി AJ3 ഇവിടെ നിൽക്കട്ടെ എന്നെല്ലാം പറയുമ്പോൾ ആ ഇൻവെസ്റ്റർ അതിന് സമ്മതിക്കുന്നുമുണ്ട്. കിം ആണെങ്കിൽ നേരെ വന്ന് യൂച്ചോളിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട്, എൻ്റെ ചെയർമാൻ പദവി വേണമെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്താം, അല്ലെങ്കിൽ എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് AJ3യെ വിട്ടുതരിക എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം കേട്ട് യൂച്ചോളിൻ്റെ അച്ഛൻ ഒരുപാട് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കിമ്മിനോട് പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നോട് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് കിമ്മിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഇതെല്ലാമാണ് ഐ ആം നോട്ട് റോബോട്ട് എന്ന ഡ്രാമയിലെ എപ്പിസോഡ് 14 ലുള്ളത്.